ാണ് വെളിപ്പാടുകളെ എത്തി നിൽക്കുന്നത്. കേവലം ഒരു ആൾക്കൂട്ടമല്ല നമ്മുടെ 60-ാം വാർഷികമെന്ന് എല്ലാവർക്കും അറിയുന്ന പരമാർത്ഥമാണ്. കേരളം കണ്ട സമ്മേളനങ്ങളെയൊക്കെയും കവച്ചുവന്ന മഹത്തായ വലിയ സമ്മേളനം, അത് ലക്ഷ്യമാക്കുന്ന ലക്ഷ്യവും ഒരു 2-3 ദിവസത്തെ കാര്യങ്ങളിൽ ഒതുങ്ങിയതല്ല. അത് ഏറ്റവും പ്രധാനമായ ഒന്നാണ് 25,000 വരുന്ന യുവാക്കളെ തെരഞ്ഞെടുത്ത് സഫ്വ ആ പേര് തന്നെ കുറിക്കുന്നത് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു വിഭാഗമാണ് അവർ എന്നാണ്. ആ നിലക്കുള്ള 25,000 യുവാക്കളെയാണ് കേരളത്തിന് സമർപ്പിക്കുന്നത്. 2, 3, 4 ദിവസങ്ങൾ കൊണ്ട് ആ സഫ്വാംഗങ്ങൾ അങ്ങനെ പിരിച്ചുവിടുകയും ചെയ്യുന്ന പരിപാടിയല്ല. ഇന്ന് നമ്മുടെ അവസ്ഥ നേരത്തെ സ്വാഗതത്തിൽ സൂചിപ്പിച്ചതുപോലെ എവിടെ നോക്കിയാലും അനാചാരങ്ങളും അനാശാസ്ത്ര പ്രവർത്തനങ്ങളും അധാർമികതയുമാണ് നാം കാണുന്നത്. വർത്തമാനകാലം അതിന് തെളിവാണ്. ഇതിന്റെ ആവശ്യമില്ല. അങ്ങനെയൊരു ശ്രമത്തിൽ തെരഞ്ഞെടുത്ത് കടഞ്ഞെടുത്ത് കേരളത്തിന് വെറും നടക്കുകയുണ്ടായി. നമുക്കറിയാം, പണ്ടുകാലം മുതലേ നമ്മുടെ നാട്ടിന് ഒരു നല്ല പാരമ്പര്യമുണ്ടായിരുന്നു. മുസ്ലിങ്ങൾക്ക് എന്ന് മാത്രമല്ല ഇവിടുത്തെ എല്ലാ ജനങ്ങളിലും ഉണ്ടായിരുന്ന നല്ലൊരു പാരമ്പര്യവും നല്ല ഒരു സംസ്കാരവും എല്ലാം ഇന്ന് തകിടം മറിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് നാം കാണുന്നത്. പണ്ടുകാലം മുതലേ നമ്മുടെ രാജ്യത്ത് കാത്തു സൂക്ഷിച്ചുകൊണ്ടിരുന്ന വളരെ വിലപ്പെട്ട മൂല്യങ്ങളൊക്കെ തട്ടിത്തെറിപ്പിച്ച് എല്ലാം താറുമാറാക്കി ഉള്ള ഒരു പ്രവർത്തനമാണ് ഏത് രംഗത്തും നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കിടെ ഇവിടെ സമാധാനം ആവശ്യമാണെന്ന് എല്ലാവരും പ്രസംഗിക്കും, എഴുതും, പറയുമൊക്കെ ചെയ്യും. പക്ഷേ സമാധാനത്തിന് മാർഗത്തിൽ എല്ലാവരും പോകുന്നതെന്ന് മാത്രം. സമാധാനമായും ഓരോരുത്തർക്കും
അവരുടെ വിശ്വാസമനുസരിച്ച് ആ വിശ്വപ്രവർത്തനം അങ്ങനെ വരുമ്പോൾ പിന്നീടും ആശ്രയം കാത്തുകൊണ്ടുവരുന്ന പുറമേയുണ്ട്. എല്ലാം തന്നെ തകരാറാകുന്ന അവസ്ഥയാണ്. ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയുമെങ്കിലും മക്കയിലുള്ള ജനങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോൾ അവരുടെ ഭയന്നു പൂർണ്ണമായും അന്ധകാരത്തിൽ ആയിരുന്നു അവരുള്ളത് എന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയുന്ന യാഥാർത്ഥ്യമാണ്. അങ്ങനെയുള്ള സന്ദർഭത്തിൽ സത്യത്തിലാണ് ബദർ എന്ന് പറയുന്ന യുദ്ധം നാം കേട്ട് കാണും. എല്ലാവരും ആ കാര്യം എല്ലാവർക്കും പറയുന്നതാണ്. കേം ഒരടിയോ അക്കമോ അതല്ലെങ്കിൽ അധികാരം പിടിച്ചാണ് പിന്നെയോ പൂർണ്ണമായും ഇരിക്കുകയും പൂർണ്ണമായും അനീതി നാട്ടിൽ നടപ്പാകുകയും ആർക്കാണോ കയ്യൂക്കുള്ളത് കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന് പറയുമ്പോൾ നടന്നോളൂ എന്ന ഒരു അടിസ്ഥാനത്തിലേക്ക് അവർ എത്തിച്ചേരുകയും അങ്ങനെ എല്ലാ ധർമ്മങ്ങളെയും നീതികളെയും അതിന്റെ ആളുകളെയും ഒക്കെ അപമാനിച്ച് പൂർണ്ണമായും ധിക്കാരപരമായ ഒരു സമീപനം വെച്ച് പുലർത്തിയപ്പോൾ അല്ല, ആ ധിക്കാരത്തിനെതിരെ ഇവിടെ പോകാൻ കഴിയണം. ഓരോരുത്തരെയും വിശ്വാസങ്ങളും കർമ്മങ്ങളും സംസ്കാരങ്ങളും നിലനിർത്താൻ പറ്റണം. ഓരോരുത്തരും അവരുടെ വിശ്വാസങ്ങൾ അവരുടെ മനസ്സിലുള്ളതാണ്, അവരുടെ കർമ്മങ്ങൾ അവരുടെ വിശ്വാസമനുസരിച്ച് അവർ ചെയ്യുന്നതാണ്. അതുകൊണ്ട് ആ കാര്യങ്ങളിൽ നിന്നും മറ്റാരും മറ്റൊരു നിലക്കും കൈവെക്കാൻ പാടില്ല, അടിച്ചമർത്താൻ പാടില്ല. നീതിയാണ് ആവശ്യം. ഇസ്ലാം വളരെ വ്യക്തമായി എത്രയോ സ്ഥലത്ത് തന്നെ പറഞ്ഞില്ലേ, ആ സന്ദർഭത്തിൽ ഘടക വിരോധികളായി ശത്രുക്കളായി നിന്നിരുന്നവരോട് പോലും നാം പെരുമാറേണ്ട രീതിയും ചട്ടങ്ങളും ഖുർആൻ പറഞ്ഞു. അവരുടെ എതിർപ്പ് ശത്രുത ഒരു കാരണവശാലും നിങ്ങളുടെ കയ്യിൽ നിന്ന് നീതി നഷ്ടപ്പെടുത്തി പോകുന്നതിന് അത് പ്രയോജനമാകാൻ പാടില്ല, അനീതിയിലേക്ക് അത് വിളയിക്കാൻ പാടില്ല. അതുകൊണ്ട് എഴുതിയോ എത്ര ശത്രുക്കൾ ഏത് തരത്തിലുള്ള ശത്രുവുണ്ടെങ്കിലും നിങ്ങൾ ചെയ്യുന്ന നീതിപരമായി മാത്രമേ ആയിക്കൂടൂ എന്ന് ഇസ്ലാം പറയുകയാണ്, ഖുർആൻ പറയുകയാണ്. അതുകൊണ്ടല്ലേ ആ ശത്രുക്കളുമായി യുദ്ധങ്ങൾ നടന്നപ്പോൾ പോലും എത്രയോ കാര്യങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടി ഇസ്ലാം പഠിപ്പിച്ചു, ഖുർആൻ പഠിപ്പിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഒരു കാരണവശാലും നിരപരാധികൾ കൊല്ലപ്പെടാൻ പാടില്ല എന്ന് നേതൃത്വങ്ങൾ പറഞ്ഞു. വയസ്സുള്ള ആളുകൾ, അതുപോലെ സ്ത്രീകൾ, കുട്ടികൾ, കന്നുകാലികൾ, കൃഷികൾ, മറ്റു മുതലുകൾ അതൊന്നും നഷ്ടപ്പെടാൻ പാടില്ല. ഈ പറയപ്പെട്ടവയൊന്നും കൊല്ലാൻ പാടില്ല, അവരെ മേൽ വാളേന്താൻ പാടില്ല. ആരാണോ അക്രമപരമായി ധിക്കാരപരമായി നിലനിൽക്കുന്നത് അവരോട് മാത്രമേ നിങ്ങൾക്ക് പോരടിക്കേണ്ടതുള്ളൂ. അക്രമകാരികൾ, ധിക്കാരികൾ അവരോടല്ലാതെ ഏറ്റുമുട്ടുന്ന പ്രശ്നമില്ല എന്ന് ഖുർആൻ എത്ര സ്ഥലത്ത് വ്യക്തമായി പറഞ്ഞു. ഇതാണ് ഇസ്ലാം പഠിപ്പിച്ച നീതിപരമായ സമര രീതി. ഒരിക്കലും ആ മുസ്ലിമാണെന്നോ മുസ്ലിമർക്ക് ജീവിക്കാൻ പാടില്ലെന്നോ അല്ലാത്തവരൊക്കെയും ഇടപെടലെന്നോ ആർക്കെയോ ഒരു വാദമോ ഒരു രീതിയോ ശരിയല്ലാൻ കഴിയില്ല. കാരണം ഇസ്ലാം മതത്തിന്റെ അടിസ്ഥാനപരമായ സംഗതി വിശ്വാസമാണ്. വിശ്വാസം എന്ന് പറയുന്നത് അടിച്ചേൽപ്പിച്ചുണ്ടാക്കുന്ന കാര്യമല്ല.
അത് നമ്മുടെ മനസ്സിനെ ബോധ്യപ്പെടേണ്ട കാര്യമാണ്. അതുകൊണ്ട് ആർക്കാണോ അത് ബോധ്യപ്പെട്ടത് അവന് മുസ്ലിമാകാം, അത് ബോധ്യപ്പെടാത്തവൻ അവന്റെ വഴിക്ക് പോയിക്കൊള്ളട്ടെ എന്നല്ലാതെ അവന്റെ മേലിൽ അടിച്ചേൽപ്പിക്കുന്ന പ്രശ്നമില്ല. ലാ ഇക്റാഹ ഫിദ്ദീൻ, ദീനിന്റെ കാര്യത്തിൽ ആരോടും ഒരു തരത്തിലുള്ള അടിച്ചേൽപ്പിക്കുന്ന പ്രശ്നമില്ല എന്ന് ഖുർആൻ ഖണ്ഡിതമായി പറയുമ്പോൾ എത്ര സുന്ദരമാണ് ഇസ്ലാമിന്റെ മുഖം നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ലേ. ആ മതത്തിന്റെ അനുയായികളാണ് നാമെങ്കിൽ അതേപോലെ തന്നെയായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടുത്തെ അമുസ്ലിമീങ്ങളായ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒക്കെ എല്ലാവരും തോളോട് തോൾ ചേർന്ന് എല്ലാ കാര്യങ്ങളിലും ഭൗതികമായ കാര്യങ്ങളിലൊക്കെ അവർ പങ്കാളിത്തം വഹിച്ച് ഒരു കല്യാണം ഉണ്ടാകുമ്പോൾ അയൽവാസിയുടെ കല്യാണം എന്ന നിലക്ക് അവിടെ എല്ലാവരും പങ്കെടുക്കുന്ന, അതേപോലെ എന്ത് കാര്യങ്ങളിലും ദുഃഖം വരുന്ന കാര്യങ്ങളിലും സന്തോഷകാര്യങ്ങളിലും രണ്ട് കാര്യങ്ങളിലും എല്ലാവരും ഒരേപോലെ പങ്കുവയ്ക്കുകയും അതോടൊപ്പം അവരുടെ വിശ്വാസങ്ങളും കർമ്മങ്ങളും സംസ്കാരങ്ങളും നിലനിർത്തിപ്പോവുകയും ചെയ്തിരുന്ന ആ പാരമ്പര്യമാണ് ഇന്ത്യ രാജ്യത്തിൽ തന്നെ ഉണ്ടായിരുന്നത്. ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, ആ പാരമ്പര്യം ഒരിക്കലും കളഞ്ഞു കുളിക്കാൻ പാടില്ല. ഇന്ത്യയുടെ മതേതരത്വം എന്ന് പറയുന്നത് വളരെ മൂല്യവത്തായ ഒരു വസ്തുതയാണ്, സംഗതിയാണ്. പുറത്തുനിന്ന് വീക്ഷിക്കുന്നവർ അങ്ങനെയാണ് ഇന്ത്യ രാജ്യത്തെ കുറിച്ച് വീക്ഷിക്കുന്നത്, കാണുന്നത്. ആ പാരമ്പര്യത്തെ ഒരിക്കലും ഒരു ഭാഗത്തു നിന്നും അതില്ലായ്മ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അപകടകരമാണെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. കാരണം ഇന്ന് പല ഭാഗത്തു നിന്നും നാം കേൾക്കുന്ന ശബ്ദങ്ങൾ അങ്ങനെയുള്ള ശബ്ദങ്ങളാണ്. ഇന്ത്യ പണ്ടുകാലം മുതലേ നിലനിർത്തിപ്പോന്ന ആ നയം ഇന്ത്യയുടേതാണ്. ഇന്ത്യ എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റേതല്ല, ജാതിയുടെ പേരിൽ മതത്തിന്റെ പേരിൽ ഏതെങ്കിലും ഒരു കൂട്ടിയുടെ രാജ്യമല്ല ഇന്ത്യ. ഇന്ത്യക്കാരുടേതാണ്. ആ നയമാണ് ഇന്ത്യയുടെ മതേതരത്വം. അതിന്മേൽ കൈവെക്കാൻ പാടില്ല എന്ന് നമ്മുടെ അഹ്ലുൽ സുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശം, ആ ആദർശം എല്ലാവരും അംഗീകരിക്കുന്ന തത്വമാണ്. അത് നാം ഒക്കെ ഓർക്കണമെന്ന് ഒറ്റവാക്കിൽ ഓർമ്മപ്പെടുത്തുന്നു. അതേപോലെ തന്നെ ഇതിനെല്ലാം വിവാദം സൃഷ്ടിക്കുന്ന ഭീകര പ്രസ്ഥാനങ്ങൾ, തീവ്രവാദ പ്രസ്ഥാനങ്ങൾ ഇതൊക്കെ പൊതുവരുന്ന സന്ദർഭമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നു. അതെല്ലാം നമുക്ക് വളരെ അങ്ങേയറ്റത്ത അപകടം ചെയ്യുന്ന അപകടകാരിയാണെന്ന് നാം മനസ്സിലാക്കണം. ഇസ്ലാം ഒരിക്കലും തീവ്രവാദത്തെയും ഭീകര പ്രവർത്തനങ്ങളെയും ഒരു നിലക്കും അതിനെ അംഗീകരിക്കുന്നില്ല. അത് എപ്പോഴും വിഘാതമേ ഉണ്ടാക്കുകയുള്ളൂ എന്നതിൽ ആർക്കാണ് സംശയം? എവിടെയാണ് ഭീകര പ്രവർത്തനങ്ങൾ നടത്തിയെടുത്ത് ആർക്കെങ്കിലും വല്ല ഗുണവും അതിന് പിന്നിൽ തിരിച്ചിട്ടുണ്ടോ? ഇതിന് ലോകം ആസകരം അങ്ങനെ ഒരു രീതിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, നമ്മുടെ ഈ പ്രസ്ഥാനം, നമ്മുടെ ആധികാരിക പണ്ഡിത സഭയായ സംസ്ഥയെ കേരള ജമീയത്തുൽ ഉലമ, അത് നമ്മളെ വിളിക്കുന്നത് എവിടത്തേക്കാണ്? ഹബീബായ നബി തങ്ങൾ തൊട്ട് സ്വഹാബാക്കൾ തൊട്ട് താബീങ്ങൾ, താബീങ്ങൾ, അയിമ്മത്തുൽ മുജ്തഹിദുകൾ അവരെല്ലാം വിളിച്ച ആ വഴിയിലേക്കാണ്. ആ വഴിയിൽ നാം പോകാതെ മറ്റു വഴി നാം തേടിപ്പോയാൽ അപകടത്തിൽ ആയിപ്പോകും. നബി തങ്ങളോട് അല്ലാഹു തആല പറഞ്ഞു, നബിയെ പറയുക, ഹാദിഹി സബീലി, ഇതാണ് എന്റെ മാർഗം, എന്റെ മുഖാന്തരങ്ങളൊക്കെ പോയ ആ വഴിയാണ് എന്റെ വഴി. ഞാനും എന്നെ പിൻപറ്റിയവരും എന്നെ അനുധാവനം ചെയ്തവരും അനുഗമിച്ചവരും ഈ വഴിയിലേക്കാണ് നിങ്ങളെ ക്ഷണിക്കുന്നത്. ആത്മാർത്ഥമായി ക്ഷണിക്കുന്നു. ഈ വഴിയല്ലാത്ത മറ്റു വഴി നിങ്ങൾ പിൻപറ്റാൻ പാടില്ല. ഖുർആനിലെ വേറെ സ്ഥലത്ത് പറഞ്ഞു, ഇതാണ് എന്റെ മുസ്തഖീമായ ചൊവ്വായ വഴി. അതുകൊണ്ട് അതിനോട് നിങ്ങൾ പിൻപറ്റുക. അതിനെതിരായ പല വഴികൾ, പല മാർഗങ്ങൾ, അത് ഒന്നും നിങ്ങൾ പിൻപറ്റാൻ പാടില്ല. അങ്ങനെ ആയിപ്പോയാൽ പത്തപ്പറക്കും നിങ്ങളില്ല. ആ ഏകോപന ഈ ഉണ്ടായിരുന്നതെല്ലാം നഷ്ടപ്പെട്ടു പോകും. നിങ്ങൾ ചിന്തിച്ചവരെ പോകും എന്ന് ഇസ്ലാം പറഞ്ഞെങ്കിൽ അത് നാം എപ്പോഴും ഓർമ്മയുണ്ടാകണം. ആ പണ്ടുകാലം മുതൽ നമ്മുടെ നേതാക്കന്മാരൊക്കെ കാത്തു സൂക്ഷിച്ചു പോകുന്ന ആ പാരമ്പര്യം ഒരിക്കലും തകർക്കാൻ പാടില്ലെന്നും അതിനെതിരിൽ നാം പ്രവർത്തിക്കാൻ എപ്പോഴും സന്നദ്ധരാണെന്നുമുള്ള ഒരു വാഗ്ദാനവും കൂടിയാണ് ഇന്ന് നമ്മളുടെ ഏറ്റെടുത്തിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രീതിയിൽ ഒരു നല്ല വ്യൂഹത്തെ ഇവിടെ കെട്ടിപ്പടുത്തുണ്ടാക്കുന്നേ. അധാർമികതയും അനാചാരവും അനാശാസ പ്രവർത്തനങ്ങളും നടത്തുന്നവരെ നല്ല വഴിയിലേക്ക് കൊണ്ടുവരുന്ന രീതിയിൽ നമുക്ക് പ്രവർത്തിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ എന്ന് ദുആ ചെയ്ത് ദുആ വിഷയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി